ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹൽക്കൻ ഇസ്ലാമിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇട്ടു. ഗൈസ്, ഇന്ന് ക്രിസ്മസ് രാവാണ്. അപ്പം ഇന്ന് നമ്മൾ കരോള പാർക്കൊന്ന് ഇളക്കി മറിക്കാൻ വേണ്ടി പോവാം. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് കരോള ഇറക്കുകയാണ്. നമ്മളൊരു 2021 ഇറക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഈ പ്രാവശ്യം കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കണം. ഇത് UAE ആണല്ലോ. ഇവിടെ മറ്റുള്ള സ്ഥലത്തുള്ള പോലെ റാസിസം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് ശല്യമില്ലാണ്ട് നമ്മൾ എന്ത് ആഘോഷം നടത്തിയാലും ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്ന് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇന്ന് പോവാണ്. ഇന്ന് പിള്ളേർക്ക് ഒരു നേരം മുഖം ആയിക്കോട്ടെ, നമുക്കൊരു എൻജോയ്മെന്റ് ആയിട്ട് നമ്മളടിക്കുക, പൊളിക്കുക, ക്രിസ്മസ് ആഘോഷിക്കുക, രാത്രി വെള്ളിയിൽ പോവാ അല്ലേ? ഓക്കെ ഗായ്സ്, എന്തപ്പോ റെഡി അല്ലേ? പോവാം പറ്റല്ലേ? ഇതാ പോവല്ലേ? ചൂടാണ് മാറിക്കൂടാ. അയ്യോ, ബാ 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 പഠിക്ക്, ബാ എനിക്ക് ബാ. ഒന്നുമില്ല പൊന്നും മൈൻഡ് ചെയ്യണ്ട. ബാ അപ്പഴേക്കും ബാ ബാ. ചേട്ടൻ തള്ളിയിട്ടല്ലേ? ചേട്ടൻ തള്ളിയിട്ട് ജൂഡ് പഠിച്ച് നീ നടന്ന് പഠിക്കാണ്ട് ജൂഡ് പോണണ്ട. ഏതാ മോന് വേണ്ട സാധനം? നിനക്ക് വേണ്ട? ചക്രശു വേണ്ട? വേണ്ടെങ്കിൽ വേണ്ട, മേടിച്ചിട്ടാ നീ വിചാരിച്ച. ഗൈസ്, അങ്ങനെ നമ്മൾ പോവാണ്. അച്ഛന്റെ മാസ്റ്റർ പീസ് സ്റ്റെപ്പ് ഇറക്കണല്ലോ ഇന്ന്. ബൈ. ക്ഷീണിച്ചല്ലേ? പൈപ്പിലിട്ട് ഒളിച്ചു പോലെ എന്നെ കൊറേ കളിയാക്കിയതല്ലേ. ജനുവരി 1 എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ ചോദിക്കണം. 2 ദിവസം ഉണ്ടെങ്കിൽ പൂർവ്വതീയ ശക്തിയോട് ഉയർത്തിയിരുന്നത്. എവിടെ രണ്ടുപേര് വരണോക്കെ? ഐഷു മാത്രമില്ല ഗൈസ്. ഐഷു ജോലിക്ക് പോയേക്കാണ്. വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് പോകുന്നത്. ഇറങ്ങി വാ വാ. ഇവിടെ നിന്ന് നമ്മുടെ അടിച്ചിട്ട് ലിപ്റ്റിലേക്ക് താഴെ പോയി. രണ്ടെണ്ണത്തിന് എവിടെ നിൽക്കണ്ടെന്ന് അറിയില്ലട്ടോ. ലിഫ്റ്റ് തുറക്കണത് എവിടെ നിൽക്കണമെന്ന് അറിയില്ല. അമ്മയും മക്കളും കൂടി താഴെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കയറി വായോ? എന്ത് പറയാൻ. അമ്മ ലിഫ്റ്റ് മാറിപ്പോയി. ലിഫ്റ്റ് തുറക്കാൻ പറഞ്ഞിട്ടേ അടച്ചേക്കണ്. എന്ത് പറയാൻ. വനുണ്ട് ഏടാ പറഞ്ഞ് വാങ്ങിച്ചതാ. ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഓ, കറണ്ട് ബില്ല് അടക്കണം. ദേവടക്കാൻ ദേവല്ല പൊന്നോ. ലൈറ്റ് താഴെ പോകുന്നുള്ള പേടിയിലാണ് അതിരിക്കുക. എന്താ എങ്ങനെയാണ് എന്റെ ഐഡിയ? പിള്ളേരെ പിടിച്ചിരുത്തി പപ്പ കോസ്റ്റ്യൂം വേണം നോക്ക്. വയറിന്റെ ആവശ്യമില്ല അല്ലേ തവണ? വയറിന്റെ ആവശ്യം ചാച്ചനാണെന്നുണ്ടെങ്കിൽ പാപ്പാനിയുടെ ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും ചെക്കന്മാർ രണ്ടുപേരും പോയി ഒളിച്ചു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഈ താടി മീശയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കന്മാർക്ക് ചെറിയൊരു പേടി പോലെയായി. അങ്ങനെ അവർ രണ്ടുപേരും നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനില്ല. അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. എടാ അപ്പം ഞാനിത് പപ്പയാടാ എന്നും പറഞ്ഞിട്ട് യാച്ചൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ്, അതായത് ആ മുഖം മൂടി ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ചെക്കന്മാരുടെ മുഖത്ത് ചെറിയൊരു ചിരിയെങ്കിലും നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവരും പാപ്പാനി വേഷമൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പോവാൻ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 7 മണിക്കൊക്കെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കരോൾ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലാറ്റിൽ വെച്ച് തന്നെ ഏകദേശം അവർ വൈബ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എങ്കിലല്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും കൂടി വൈബാക്കാൻ പറ്റുള്ളൂ.
പറ്റത്തുള്ളൂ. ഞങ്ങളിപ്പോൾ ഉള്ളത് ജാക്സിനേട്ടൻ്റെ ഫ്ലാറ്റിലാണ്ടോ. ജാക്സിനേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാച്ചൻ്റെ ക്ലൈൻ്റ് ആണ്. പക്ഷെ ക്ലൈൻ്റ് എന്നൊന്നും പറയാൻ പറ്റൊന്നുമില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ, ഒരു ഫാമിലി പോലൊക്കെ തന്നെയാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ മെയിനായിട്ട് വിഷമിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇത്തവണത്തെ ക്രിസ്മസ് ബോറായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കയറി പോന്നിട്ടുണ്ടായിരുന്നത്. കാരണം നാട്ടിലത്തെ വൈബ് വേറെ എവിടെയും കിട്ടില്ലെന്നാണല്ലോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ഒരു സെറ്റപ്പൊക്കെ കണ്ട് നമ്മൾ അതിലേക്ക് അങ്ങ് വൈബിലേക്ക് അങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു മിസ്സിങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു, ഓ ഇത് നമ്മൾ നാട്ടിൽ ആഘോഷിക്കുന്ന പോലൊക്കെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡോണുവിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങി. ഓൾമോസ്റ്റ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതിപ്പം ഫുൾ എൻജോയ് ചെയ്തു കേട്ടോ. പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Happy Christmas to you. ഓൾമോസ്റ്റ് എല്ലാ ഫ്ലാറ്റുകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയും നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങുന്ന ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ എല്ലാവരും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ നിന്നില്ല. ആ ഡോർമ ഒറ്റ കൊട്ടുകൊട്ടും ആ കൊട്ടിൽ തുറക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ കരോൾ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടോ. നമ്മൾ വീണ്ടും വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 മണിയായല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ണീശോനെ വെച്ചിട്ട് നമുക്ക് ബാക്കി ഇനി കരാമ പാർക്കിലും താഴെയൊക്കെ പോയിട്ട് കരോൾ നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫ്ലാറ്റുകളിലൊക്കെ പോയിട്ട് നേരെ തിരിച്ച് വീണ്ടും റൂമിലേക്ക് വന്ന് ഉണ്ണീശോനെ വെച്ച് അതേപോലെ കേക്ക് കട്ട് ചെയ്തിട്ട് ഇരിക്കുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഉണ്ണീശോനെ എടുത്ത് പുൽക്കൂടിൽ വെക്കലും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴേക്ക് വന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടോ. ഇത് സ്പോട്ട് കരാമ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അയ്യേ നാണക്കേടാവോ എന്നുള്ളൊരു ചിന്തയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾമോസ്റ്റ് ഇവിടെ ഉള്ളവരൊക്കെ മലയാളികളാണ്, മലയാളി കടകളാണ്. നമുക്ക് അങ്ങനെ നമ്മുടെ നാടൊന്നും മിസ് ചെയ്യാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് കരാമയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കരോളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്കിതിവിടെ പാട്ടൊക്കെ വെച്ച് കാണിക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ പാട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വന്നു പോകും. അതാണ് പാട്ടില്ലാണ്ട് കാണിക്കുന്നത് കേട്ടോ. ഗായ്സ്, അങ്ങനെ ക്രിസ്മസ് ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളത് എത്ര മണി? 1:40 റൂമിൽ കയറാൻ വേണ്ടി പോകണുള്ളൂ. എല്ലാവരും കിടന്ന് ഉറങ്ങിയിരിക്കണം. ഗായ്സ്, അപ്പോൾ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. നാളെ ഇനി കുക്കിങ്ങിന്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഇടാം. അത് കഴിഞ്ഞ് ഉയർന്നു കാണാം. ഓക്കെ, ബൈ ഗൈസ്. ശരിക്കും വീഡിയോസ് അവസാനിപ്പിച്ചതാണ്. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോൾ ഐശ്വര്യയുടെ വക കുറെ റീത്തും അലങ്കാരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അത് ഏതോ രാജ്യത്തിന്റെ കോടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ശമ്പളം കിട്ടിയാ? ഞാൻ വെച്ച് നോക്കി ശമ്പളം കിട്ടിയൊന്നും. ശമ്പളം കിട്ടി മേടിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഗൈസ്, എവിടെ നിനക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയത്? അവിടെ ഉണ്ടാ നോട്ടെ നോട്ടെ. ഇതെനിക്ക് ലേഡീസിൻ്റെ ആണോ? നോട്ടെ, ലേഡീസിൻ്റെ. അയ്യോ, വുമൺ ഫ്രണ്ട് എഴുതിയിട്ടുണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല. ആ, ഇത് ലേഡീസിൻ്റെ മണം തന്നെയാ. ഇനി തന്നെ ഉപയോഗിച്ചത് വേണ്ട. ഓക്കെ ഗായ്സ്, ഗുഡ് നൈറ്റ്. ഇന്ന് ക്രിസ്മസ് പാർട്ടിക്ക് ഐശു വന്നില്ല. ഐശു ഇന്ന് ക്രിസ്മസിന്റെ DJ പാർട്ടിക്ക് പോയിക്കായിരുന്നു. നാട്ടിലത്തെ പഴംപിഴിഞ്ഞ ഐശു അല്ലേ ഇപ്പോ. ഇവിടെ വന്ന് DJ, പബ്, പാർട്ടി എന്ത് വേണം അവൾക്ക് തോന്നിയ പോലെ നടക്കണം. അമ്മ അതിന് കൂട്ടും. മക്കളെ എൻജോയ് ചെയ്യട്ടെന്ന് പറയണം. അങ്ങനെ പറയണിപ്പോ. അമ്മേനെ പറ്റിക്കാണ്. അമ്മോട് പറയുക ഡേ ടു ഡേ പോണെന്ന്. അവളെന്നിട്ട് പബ്ബിൽ പോവും.